നാൽപ്പതുകാരിയുടെ പ്രണയം ഭാഗം 44. അങ്ങനെ ആ ദിവസം വന്നെത്തി. അവർ കാത്തിരുന്ന ദിവസം, അമ്മയുടെ പിറന്നാൾ ദിനം. വല്യേട്ടനും ജയും കൃത്യമായി പ്ലാൻ ചെയ്തൊരുക്കിയ ദിവസം. വല്യേട്ടൻ്റെ നിർദ്ദേശപ്രകാരം അമ്മയെയും കൊണ്ട് ജയ് അമ്പലത്തിലേക്ക്. തിരിച്ച് വൈകുന്നേരമാവാതെ എത്തരുതെന്ന് വല്യേട്ടൻ ആദ്യമേ ജയ്യോട് പറഞ്ഞിരുന്നു. എത്രത്തോളം അമ്പലത്തിൽ സമയം ചെലവഴിക്കാൻ സാധിക്കുമോ അത്രത്തോളം സമയം ചെലവഴിക്കുക, വൈകുന്നേരം മാത്രം തിരിച്ചെത്തുക. ഇതായിരുന്നു ജയ്ക്ക് വല്യേട്ടൻ നൽകിയ നിർദ്ദേശം. അമ്മയറിയാതെ വീടൊരുക്കാൻ വേണ്ടിയായിരുന്നു ജയ്ക്ക് അങ്ങനെയൊരു കാര്യം വല്യേട്ടൻ പറഞ്ഞു കൊടുത്തത്. വല്യേട്ടൻ പറഞ്ഞതനുസരിച്ച് ജയ് അമ്മയെയും കൊണ്ട് അമ്പലത്തിലേക്ക് രാവിലെ തന്നെ ഇറങ്ങി. കൃത്യം 10 മണി. മീനുവിനെ തേടി ഒരു ഫോൺ കോൾ. ഹലോ മോളെ, 10 മണിയായി, നീ ഇതുവരെ എണീറ്റില്ലേ? എടുത്തപാടെ വല്യേട്ടൻ ചോദിച്ചു. ഇന്നലെ രാത്രി ഒരുപാട് ലേറ്റായിരുന്നു കേട്ടോ, അതാ ഉറങ്ങിപ്പോയത്. എന്താ ഏട്ടാ രാവിലെ തന്നെ വിളിച്ചത്? മോളെ, ഇന്നാണ് അമ്മയുടെ പിറന്നാൾ, നിനക്ക് ഓർമ്മയുണ്ടോ? ഓ, ഞാനത് മറന്നു. അത് ഇന്നായിരുന്നോ? ഏട്ടനൊന്നും പറഞ്ഞില്ലല്ലോ. എന്താ പ്ലാന്, എന്താ കാര്യം, ഒന്നും പറഞ്ഞില്ല. അത് പറയാൻ വേണ്ടി ഇപ്പം ഞാൻ വിളിച്ചത്. പ്ലാനൊക്കെ ഞാൻ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. നീ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നീ എപ്പോഴും പോകുന്ന പോലെ ഇന്നും ഹോസ്പിറ്റലിലേക്ക് പോവാം. അപ്പോൾ ഫങ്ഷനോ? എന്നിട്ട് വൈകുന്നേരം വന്നാൽ മതി. മനസ്സിലായോ? എന്താ ഏട്ടൻ്റെ പ്ലാൻ? അത് എന്നോടുകൂടി പറ. അത് നീ വരുമ്പോൾ കാണാലോ. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ? ഞാനിപ്പോൾ അമ്മയെ വിഷ് ചെയ്യട്ടെ? അയ്യോ, നീ പൊട്ടത്തരം ചെയ്യല്ലേ. ശരി, എന്നാൽ ശരി. നീ ഇന്ന് ഹോസ്പിറ്റലിൽ പോകുന്നില്ലേ? അല്ലെങ്കിൽ കിടന്ന് ഉറങ്ങാണോ? ഇല്ല, ഇന്ന് പോവണം കേട്ടോ, പോവാതിരിക്കാൻ പറ്റത്തുമില്ല. അപ്പോൾ ശരി, എന്നാൽ വെക്കട്ടെ. ഓക്കെ, ബായ് ഏട്ടാ. അങ്ങനെ മീനു ഫോൺ കട്ട് ചെയ്തു. മീനു പെട്ടെന്ന് തന്നെ റെഡിയായി താഴെ എത്തി. അമ്മേ, അമ്മേ, ഞാൻ ഇറങ്ങാണ്. എത്ര വിളിച്ചിട്ടും അമ്മ വിളി കേട്ടില്ല. മീനു ദീപേച്ചിയോട് നോക്കി. ദീപേച്ചി, അമ്മ എവിടെ? അമ്മ രാവിലെ തന്നെ അമ്പലത്തിൽ പോയി. അമ്പലത്തിൽ പോയോ? അപ്പോൾ പുറത്ത് കാറുണ്ടല്ലോ. അപ്പോൾ എങ്ങനെയാ, ആരുടെ കൂടെ അമ്പലത്തിൽ പോയേ? അമ്മയെ കൊണ്ടുപോവാൻ ഒരാൾ വന്നിരുന്നു, അവരുടെ കൂടെയാണ് പോയത്.